الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ,
നശ്വരമായ ഈ ദുനിയാവിലേക്ക് പരീക്ഷണാർത്ഥം പറഞ്ഞയച്ച ലോകരക്ഷിതാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സംസാരശേഷി എന്നുള്ളത്. തന്റെ മനസ്സിലുള്ള ആശയങ്ങളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ പകർന്നു നൽകുന്നത് സംസാരശേഷിയിലൂടെയാണ്. സംസാരശേഷിയില്ലാത്ത ഊമയായ ഒരു മനുഷ്യൻ തന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അഭിപ്രായങ്ങളും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സംസാരശേഷിയുടെ അനുഗ്രഹത്തിന്റെ വിലയും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കണം. പടച്ച തമ്പുരാൻ അത് എടുത്തു പറഞ്ഞു. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ പരമകാരുണികനായ അല്ലാഹു, അല്ലമൽ ഖുർആൻ ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു, ഖലഖൽ ഇൻസാൻ മനുഷ്യരെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലമഹുൽ ബയാൻ സംസാരശേഷി നൽകിയിരിക്കുന്നു, പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരശേഷി എന്നുള്ളത്, നമ്മുടെ സംസാരം എന്നുള്ളത് പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നാവ് കൊണ്ടും സംസാരം കൊണ്ടും സ്വർഗത്തിന്റെ വാതിലുകൾ മറക്കെ തുറക്കാം. അതേ നാവ് തന്നെ നരകത്തിന്റെ ഇന്ധനമായി മാറാനും കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യദ്മല്ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മല്ലഹു ജന്ന. നിങ്ങൾ രണ്ട് താടി എല്ലിനുള്ളിലുള്ളതും രണ്ട് തുള എല്ലിനുള്ളിലുള്ളതും അല്ലാഹുവിന്റെ മാർഗത്തിലെ നിങ്ങൾ വിനിയോഗിക്കൂ എന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പു തന്നാൽ അദ്മല്ലഹു ജന്ന, അവന് സ്വർഗം തരാമെന്ന്, സ്വർഗം കിട്ടുമെന്ന് ഞാൻ ഉറപ്പു തരാം. നാവും ലൈംഗിക ശേഷിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഹലാലായ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ, അനുവദിച്ച മാർഗത്തിൽ ഉപയോഗിക്കൂ എന്ന് ഉറപ്പു തന്നാൽ സ്വർഗം തരാമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയകുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾക്കാർക്കെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എങ്കിൽ ഫൽയകുൽ ഖൈറൻ, പറയുന്നത് നല്ലതാകട്ടെ, നല്ല വാക്കുകൾ പറയട്ടെ, നല്ല പദപ്രയോഗങ്ങൾ നടത്തട്ടെ. നല്ല നിലക്ക് ഒരാളെ കുറ്റി നോവിക്കാതെ, ഒരാളെ പരിഹസിക്കാതെ, ഒരാളെ ഇകഴ്ത്താതെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എങ്കിൽ അവൽ യസ്മുൽ, മിണ്ടാതിരുന്നോളി. നാവ് അനക്കണ്ടെന്നാണ്. നാവിന് എല്ലില്ല, എന്തും പറയാം, എങ്ങനെയും പറയാം, എപ്പോഴും പറയാമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. നല്ലത് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മിണ്ടണ്ട എന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം.
എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂലു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. വിശ്വാസികളെ, നല്ല നല്ല വാക്കുകളായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. യുസ്ലിഹുലക്കും അഅമാലക്കും, നിങ്ങളുടെ വാക്കുകൾ നന്നായാൽ നിങ്ങളുടെ കർമ്മങ്ങളും പ്രവൃത്തികളും നന്നാകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ വാക്കുകൾ നന്നായാൽ കർമ്മങ്ങൾ നന്നാകുകയും നിങ്ങൾ ചെയ്ത സകല പാപങ്ങൾ പൊറുക്കാൻ നിങ്ങളുടെ നാവിന്റെ സംസാരം നല്ലതാകുമെങ്കിൽ സാധിക്കും. അധികം ആളുകളും നരകം വിലക്ക് വാങ്ങുന്നത് എല്ലില്ലാത്ത അവയവമായ നാവ് കൊണ്ടാണ്. സാഹചര്യവും സന്ദർഭവും ലാഭവും നേട്ടവും പുരോഗതിയും മാത്രം നോക്കിക്കൊണ്ടല്ല നല്ലത് പറയേണ്ടത്. ഖുലിൽ ഹഖ്ക വലൗ കാന മുർറ, സത്യം പറയുക എന്നത് കൈപ്പുള്ളതാണെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങളും അതുപോലെ തന്നെ നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുവെങ്കിലും നിങ്ങൾ പറയേണ്ടത് സത്യം മാത്രമായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരാൾ ഇങ്ങനെ കളവ് പറയുകയാണെങ്കിൽ ആ കള്ള വാക്കുകൾ, ആ വ്യാജ വർത്തമാനങ്ങൾ അധർമ്മത്തിലേക്കും ആ അധർമ്മം നരകത്തിലേക്കും നയിക്കുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇയ്യാകും വൽ കദിബ, കളവ് പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം, ഗൗരവത്തോടെ ഉൾക്കൊള്ളണം. ഫൈനൽ കദിബ യഹ്ദി ഇലൽ ഫുജൂരി, തമ്മാടിത്തത്തിലേക്ക്, അധർമ്മത്തിലേക്ക് കളവ് നിങ്ങളെ നയിക്കും. വൈനൽ ഫുജൂറ, അധർമ്മവും തോന്നിവാസവും യഹ്ദി ഇലന്നാർ, നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. വമാ യസാലുർ റജുലു യക്ദിബു വയതഹറൽ കദിബ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, ഒരാൾ ഇങ്ങനെ സ്വതന്ത്രമായി നാവിന് എല്ലില്ലാത്ത നാവ് കൊണ്ട് തോന്നുന്ന പോലെ കള്ളവും വ്യാജ പ്രചരണങ്ങളും തോന്നിവാസങ്ങളും അശ്ലീല ആഭാസങ്ങളും പറയുന്നുവെങ്കിൽ പടച്ച തമ്പുരാന്റെ രേഖയിൽ അവനെ പെരും കള്ളൻ, നുണപ്രചരനായി, പ്രചാരകനായി അള്ളാഹു രേഖപ്പെടുത്തുന്ന, പെരുങ്കള്ളനായി രേഖപ്പെടുത്തുന്ന കസ്സാബ്, മുസൈലിമത്തുൽ കസ്സാബ് എന്ന് കേൾക്കാറുണ്ട് നമ്മള്. വ്യാജം പറഞ്ഞു നടക്കുന്ന പ്രവാചകനാണെന്ന് വാദിച്ച ആ വ്യക്തിയെയാണ് മുസൈലിമത്തുൽ കസ്സാബ്, പെരുങ്കള്ളൻ. നമ്മൾ നുണ അറിയാണെങ്കിൽ, കളവ് പറയുകയാണെങ്കിൽ, അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ പടച്ച തമ്പുരാന്റെ രേഖയിൽ പെരുങ്കള്ളൻ എഴുതിക്കുന്ന അള്ളാന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആനുകാലിക പശ്ചാത്തലം തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ്, ഇലക്ഷന്റെ ചൂടാണ്. തന്റെ എതിർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ വാസ്തവിരുദ്ധമായ കാര്യങ്ങളും കളവുകളും അടവുകളും പരിഹാസങ്ങളും ഏഷണികളും നുണപ്രചരണങ്ങളും നടക്കുന്ന ആനുകാലിക പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. ഇതിനൊക്കെ ധാരാളം അവസരമുള്ള ചൂടുള്ള ഇലക്ഷൻ കാലം, ചൂടുണ്ടോ എന്നുള്ളത് നാട്ടുകാർ തീരുമാനിച്ചു. ഒരു വിശ്വാസി തീരുമാനിക്കേണ്ടത് എന്താ? ഇലക്ഷൻ ആയാലും തെരഞ്ഞെടുപ്പായാലും മറ്റുള്ള ഏത് സാഹചര്യമായിരുന്നാലും ഒരു വിശ്വാസിക്ക് ഒരു നിലപാട് വേണം. നിനക്കറിയാത്ത ഒരു വിഷയത്തിന്റെ കൂടെ നീ ചേർന്ന് നിൽക്കരുത്, നിലപാടെടുക്കരുത്. അറിയാത്ത ഒരു വിഷയത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കരുത്, അതിനെ സപ്പോർട്ട് ചെയ്യരുത്. കേൾവിയും വൽ ബസറ, കാഴ്ചയും വൽ ഫുവാദ, നിങ്ങളുടെ ഹൃദയങ്ങളും അവർ ചെയ്യുന്നതിനെ കുറിച്ച് പടച്ച തമ്പുരാന്റെ കോട്ടിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടും. നാവ് ചോദ്യം ചെയ്യപ്പെടും. വേണ്ടാത്തത് കേട്ടിട്ടുണ്ടെങ്കിൽ ചെവി ചോദ്യം ചെയ്യപ്പെടും. വേണ്ടാത്തത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയവും ചോദ്യം ചെയ്യും. ഈ നിലപാട് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല,
ഏതേത് പ്രതികൂല സാഹചര്യങ്ങളായാലും വിശ്വാസിയുടെ നിലപാട് എന്നതാകണം. വാക്കുകളെ കുറിച്ച് നമ്മൾ പറയുന്ന ഓരോ വാചകവും എന്ന് മാലാകമാർ എഴുതി രേഖപ്പെടുത്താതെ ഒരൊറ്റ വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കുന്നില്ല. നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ രേഖയാണ്. നമ്മളെ വിചാരണ നടത്താൻ വേണ്ടി പരലോകത്തിൽ കർമ്മങ്ങളുടെ രേഖ നമ്മുടെ കയ്യിൽ വരും. എന്നിട്ട് പറയും, ഇഖ്റ കിതാബക്, നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക. നിന്നെ വിചാരണ നടത്താൻ നിന്റെ ഗ്രന്ഥം മാത്രം മതി. ആ ഗ്രന്ഥം വായിച്ചുകൊണ്ട് അവൻ പറയും, മാലിഹാദൽ കിതാബ് ലാ യുആദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാൻ ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ഈ ഗ്രന്ഥത്തിലുണ്ടല്ലോ റബ്ബേ. ഓരോരുത്തരും അവന്റെ ഗ്രന്ഥം വായിച്ചുകൊണ്ട് വിലയിരുത്തുകയാണ്. വലത് കയ്യിൽ ഗ്രന്ഥം നൽകുന്ന ആളുകൾ, ഫമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലത് കയ്യിൽ ഗ്രന്ഥം നൽകുന്ന ആളുകൾ, ഫയഖൂലു, അവൻ പറയുന്നു, ആ ഉംഖറഉ കിതാബിയ, എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക. ഇന്നി ളലന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇതേപോലെയുള്ള ഒരു ഹിസാബ് ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. ആ ഹിസാബിനെ പേടിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു. എന്റെ വാക്കുകളെയും എന്റെ നോക്കുകളെയും എന്റെ കർമ്മങ്ങളെയും എന്റെ പ്രവർത്തനങ്ങളെയും ഈ ഹിസാബിനെ പേടിച്ചുകൊണ്ട് ഞാൻ നിയന്ത്രിച്ചു. പടച്ചോൻ അവൻ സ്വർഗത്തിലേക്ക് പോകാൻ പറയാം. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, ഇടത് കയ്യിൽ ആ ഗ്രന്ഥം നൽകുന്ന ആൾക്കാർ പറയും, പടച്ചോനെ ഇത് കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഈ ഗ്രന്ഥം കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായേനെ. ഇങ്ങനെ വിചാരണ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ നനച്ചിരുന്നില്ല. മാ അഗ്നാ അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എന്റെ സ്വാധീനവും എന്റെ അധികാരവും എല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് ഉപകരിച്ചില്ല. പടച്ചോൻ പറഞ്ഞ വാചകണ്ട്, ഖുദൂഹു ഫഉല്ലു സുമ്മൽ ജഹീമ സല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ സർഉഹാ 70 ദിറാഅൻ ഫസ്ലുകു. 70 മുഴമുള്ള ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് ഇങ്ങനെ ഒറ്റയേറ. നാളെ പരലോകത്ത് വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ നമ്മുടെ ഗ്രന്ഥം വാങ്ങേണ്ടതും തീരുമാനിക്കേണ്ടത്? നമ്മുടെ വാക്കുകളാണ്, പ്രവർത്തികളാണ്, നയങ്ങളാണ്, നിലപാടുകളാണ്, പ്രതികരണങ്ങളാണ്, സപ്പോർട്ടുകളാണ്. എല്ലാ വാക്കുകളും നോക്കുകളും കർമ്മങ്ങളും അള്ളാഹു വിചാരണ ചെയ്യുമെന്നുള്ളൊരു പേടി ഒരു വിശ്വാസിക്ക് എപ്പോഴുണ്ടാകണം. കേൾക്കണമൊക്കെ പറഞ്ഞടക്കുക. ആരാ പറഞ്ഞെന്ന് അറിയില്ല, എവിടുന്നാണ് പറഞ്ഞറിയില്ല, എന്തിനാണ് പറഞ്ഞറിയില്ല. വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി പലതും പ്രചരിപ്പിക്കുന്ന വാട്സപ്പുള്ള കാലം, ഫേസ്ബുക്കുള്ള കാലം, ഇൻസ്റ്റഗ്രാമുള്ള കാലം, യൂട്യൂബുള്ള കാലം, റീച്ചുകൾ നടത്തുന്ന കാലം, റീലുകൾ നടക്കുന്ന കാലം, എന്തും ആർക്കും ഏതെങ്കിലും കുണ്ടം മുറിയിൽ നിന്ന് വിളിച്ചു പോവാൻ പറ്റുന്ന ആനുകാലിക ലോകം. മുമ്പ് മൈക്ക് വേണ്ടിയിരുന്നു, സ്റ്റേജ് വേണ്ടിയിരുന്നു. ഇന്നോ അവനാന്റെ കുണ്ടം മുറിയുന്ന്, അവനാന്റെ റൂമിൽ നിന്ന് വാതിലടച്ച് ജനലടച്ച് അവന് തോന്നുന്നത് മുഴുവൻ പറയാനും ജനസാഗരങ്ങളിലേക്ക് മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന ആധുനിക ടെക്നോളജിയുള്ള ഈ കാലഘട്ടം ആലോചിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആയിരങ്ങൾ കേട്ടാൽ, നമ്മുടെ വാക്കുകൾ ആയിരങ്ങൾ ഷെയർ ചെയ്താൽ, നമ്മുടെ വാക്കുകൾ ആയിരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്താൽ ആരാ മറുപടി പറയേണ്ടത്? ശരിക്കും ആലോചിക്കേണ്ട വിഷയം നമ്മള്. കേട്ടത് മുഴുവൻ പറഞ്ഞു നടന്നാൽ അത് ഏറ്റവും വലിയ കളവാണ്. ഓര് പറഞ്ഞോലോ, ഇവര് ചെയ്തോലോ, ഒരു കണ്ടോലോ,
നാഥനില്ലാത്ത, പിതൃത്വമില്ലാത്ത പലതും നമ്മൾ പറഞ്ഞു നടന്നാൽ പേടിക്കണം. നമ്മള് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകമുണ്ടല്ലോ, നരകവും സ്വർഗവും ഉണ്ടല്ലോ. ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ആളുകൾ മുനാഫിക. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും അഗാധഗർത്തത്തിൽ അടിത്തട്ടിൽ മുനാഫിക. ആരാ മുനാഫിക്ക്? മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടോ? മുശ്രിക്കുകാരുടെ വിഭാഗം ഉണ്ടോ? നിസ്കരിക്കുന്ന ആളുകളുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുനാഫിക്കിന്റെ കൂട്ടത്തിൽ. പ്രവാചകന്റെ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾ മുനാഫിക്കൽപ്പെട്ട ആൾക്കാരുണ്ട്. പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് വരുന്ന ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകൾ മുനാഫിക. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസികളായെന്ന് പറയുന്ന ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. ഓലാരും യഥാർത്ഥ വിശ്വാസികളെ അല്ല. ഞാരാ മുനാഫിക്ക് തെളിയാനുള്ള അടയാളം പറഞ്ഞുതരാം. ആ അടയാളം അതുകൊണ്ട് ഒത്തു കഴിഞ്ഞാൽ തനി മുനാഫിക്കാണെന്നാണ്. നരകത്തില് ഒരു കാഫിറിന് കിട്ടുന്ന ശിക്ഷനേക്കാളും ഒരു മുശ്രിക്കിന് കിട്ടുന്ന ശിക്ഷയെക്കാളും അതികഠിനമാണ് മുനാഫിക്കിന്, കപടന്മാർക്ക്, ഇരട്ട മുഖമുള്ള ഇരട്ട നയമുള്ള ആളുകൾക്ക്. ഒന്നാമത്തെ അടയാളം തരങ്ങള് ഇതാ ഹദ്ദസ കദബ. വർത്താനം പറഞ്ഞാല് കളവ് പറയും, ബഡായി പറയും, തോന്നിയത് തോന്നിയോടുത്ത് പറയും. കണാരന്മാരായി മാറും. തോന്നിയത് തോന്നിയോടുത്ത് പറയും. എന്താ പറയാന്നറിയില്ല. ഇതാ ഹദ്ദസ കദബ. തൊള്ള തുറന്നാല് കാര്യം നുണ പറയുള്ളൂ. മറ്റൊരാളെ ചിരിപ്പിക്കാൻ, തന്റെ വാദങ്ങളെ തെളിയിക്കാൻ, തന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ, തന്റെ പാർട്ടിയെ മികച്ചതാണെന്ന് തെളിയിക്കാൻ നാവ് തുറന്നാൽ, വാ തുറന്നാൽ കളവ് പറയുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ അടയാളം മുനാഫിക്കിന്റെ. ഇലക്ഷനിൽ ആരും ജയിക്കട്ടെ, ഒരാളുടെ കുറ്റം പറയണോ, ഒരാളുടെ മികവ് പറയാൻ, ഒരാളുടെ നന്മ പറഞ്ഞോളൂ. മറ്റുള്ള ആളുടെ തെറ്റും കുറവും അപാകതയും പറയണോ? ഒരാൾക്കുള്ള ക്വാളിറ്റി പറയട്ടെ, ഒരാൾക്കുള്ള നല്ല ഗുണങ്ങൾ പറയട്ടെ. നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും കള്ളത്തരം പറയാൻ പാടില്ല. പരലോകമുണ്ടെങ്കിൽ, സ്വർഗവും നരകവും ഓർമ്മയുണ്ടെങ്കിൽ പറയാൻ പാടില്ല എന്നാ. നീ രണ്ടാമത്തതോ? അപ്പൊ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് ആർക്കാ പറയാൻ കഴിയാ? നമ്മുടെ കൂട്ടത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്ന് സമാധാനിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്ക് കഴിയും? സംസാരിച്ചാൽ കളവ് പറയുക എന്നുള്ളത് മുനാഫിക്കിന്റെ ലക്ഷണ. രണ്ട്, വാഗ്ദാനങ്ങൾ ചെയ്താൽ ലംഘിക്കുന്ന. പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ ചൂടുള്ള കാലത്ത് പല വാഗ്ദാനങ്ങളും നടത്തും. ഇന്നെല്ലാവർക്കും നല്ല വില, എല്ലാവരോടും പുഞ്ചിരിക്കുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും സന്ദർശിക്കാനൊക്കെ ആളുണ്ടാവും. വോട്ട് കിട്ടി വിജയികളായി മാറി കഴിഞ്ഞാൽ സ്വാർത്ഥന്മാരായി മാറും. ഞാൻ ഒരു പാർട്ടിയെ മാത്രമല്ല പറഞ്ഞത്, മുഴുവൻ ആൾവസ്ഥ അങ്ങനെ. പടച്ചവനെ പേടിക്കുന്ന കുറച്ചാളുകൾ മാത്രമേ ഒഴിവുള്ളൂ. ഞങ്ങൾ പാലങ്ങൾ നന്നാക്കും, പാതകൾ നന്നാക്കും, വൈദ്യുതീകരിക്കും, വീട് വെച്ച് തരും, ജോലി തരും, പെൻഷൻ തരും, കാശ് തരും, അത് തരും, ഇത് തരും ഒക്കെ പറയാൻ ആൾക്കാരുണ്ടോ? കാര്യം കഴിഞ്ഞവരേ ഉള്ളൂ. കാര്യം കഴിഞ്ഞാൽ അങ്ങനെ ആകരുത് വിശ്വാസി. ചെയ്യാൻ കഴിയാത്ത ഒരു വാക്കും, ചെയ്യാൻ കഴിയാത്ത ഒരു വാഗ്ദാനവും മുസ്ലിമായ മുഅ്മിനായ ഒരു സ്ഥാനാർത്ഥിയുടെ, ഒരു രാഷ്ട്രീയക്കാരന്റെ നാവിലൂടെ വരാൻ പാടില്ല. രണ്ടാമത്തെ ലക്ഷണം മുനാഫിക്ക് വാക്ക് പാലിക്കാതെ പോകാനാണ്. ഞാൻ നാളെ ഇന്ന കാര്യം ചെയ്യാന്ന് ഒരാൾ പറഞ്ഞിട്ട് ചെയ്യാതെ പോയാൽ 3 ദിവസം നോമ്പ് വെക്കാനാ പറഞ്ഞത്. 365 ദിവസം നോമ്പ് വെച്ചാലും കഫാറത്ത് തീരൂല. ഒത്തോടത്തേക്ക് ഒത്തേനനുസരിച്ച് ഡയലോഗുകൾ കാച്ച നമ്മള്. ചില ആൾക്കാര്
പള്ളിയാകട്ടെ, ധർമ്മസ്ഥാപനങ്ങളാകട്ടെ, ദഅവത്ത് മേഖലയാകട്ടെ, അത്ര തരാം, 1000 തരാം, 10,000 തരാം, ലക്ഷം തരാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത പല ആളുകളും മറന്നുപോയി. പള്ളിക്ക് അത്ര തരാന്ന് അറിയുന്നു, മദർസ്ക്ക് ഇത്ര തരാന്ന് പറഞ്ഞിരുന്നു, ഇത്ര ചാക്ക് സിമന്റ് തരാന്ന് പറഞ്ഞിരുന്നു, വരിസംഖ്യ കൃത്യമായി തരാന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കി, വാക്ക് പറഞ്ഞാൽ ലംഘിച്ചാൽ 3 ദിവസം നോമ്പൊലിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ്. പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം എന്നാ. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടാമത്തെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ മുനാഫിക്കായി. മൂന്നാമതോ വഇദ ഉതുമിന ഖാന, വിശ്വസിച്ച ചതിക്കുക. ആരെ വിശ്വസിക്കാം? ഭർത്താവിന് ഭാര്യയെ വിശ്വാസമുണ്ടോ? ഭാര്യയെ ഭർത്താവിന് വിശ്വാസമുണ്ടോ? നേതാവിന് അനുയായി വിശ്വാസമുണ്ടോ? അനുയായികൾക്ക് നേതാവിന് വിശ്വാസമുണ്ടോ? സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഖിയാമത്തിന്റെ ലക്ഷണമായി പ്രവാചകൻ പറഞ്ഞു, വിശ്വാസം നഷ്ടപ്പെട്ടാൽ അന്ത്യദിനം. ഒരു ബാഗ് ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്ത് കണ്ടാൽ എടുക്കാൻ പേടിയാ. ബാഗ് തന്നെയാണോ, ബോംബാണോ, വേറെ എന്തെങ്കിലും വെച്ചണോ? ആരെയും വിശ്വസിക്കുക? മുമ്പ് നെറ്റിയിലുള്ള നിസ്കാരത്തയമ്പ് കണ്ട് പല ആളുകളും വിശ്വസിച്ചിരുന്നു അല്ലെ? വലിയ നിസ്കാരത്തയമ്പുണ്ടാവും, താടി ഉണ്ടാകും, തലപ്പാവുണ്ടാകും, വേഷങ്ങൾ ഉണ്ടാകും. ഇന്ന് പല കേസുകളും ആലോചിക്കുകയാണ്. വലിയ തലപ്പാവുകളില്ല, താടിയില്ല, പാണ്ഡിത്യമുള്ള പല ആളുകളുടെയും കഥകൾ, സംഭവങ്ങൾ നമ്മൾ മീഡിയയിലൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും വിശ്വസിക്കുക? സ്വന്തം പിതാവിനെ വിശ്വസിക്കാൻ കഴിയാത്ത മക്കള്, സ്വന്തം മക്കളെ വിശ്വാസമില്ലാത്ത മാതാക്കള്. ആലോചിച്ചോക്കി, ഉമ്മാക്ക് പേടിയാ പ്രായപൂർത്തിയായ മകന്റെ കൂടെ വീട്ടിലിരിക്കാന്. തിരിച്ചു അങ്ങനെ തന്നെ, ബാപ്പാനെ പേടിയാ മക്കൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വസിച്ചാൽ ചതിക്കുക എന്നത് മുനാഫിക്കിന്റെ മൂന്നാമത്തെ ലക്ഷണം. ഈ 3 ഗുണങ്ങൾ, 3 സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ തനി മുനാഫിക്കാനാണ്. കളവ് പറയുക, വാഗ്ദാനം ലംഘിക്കുക, വിശ്വസിച്ചാൽ ചതിക്കുക എന്ന ഈ 3 ഗുണമുണ്ടെങ്കിൽ തനി മുനാഫിക്ക. നരകത്തിന്റെ അഗാധ ഗർത്തത്തിലാണ് അവന്റെ സീറ്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. നാളെ പരലോകത്ത് വരുമ്പോഴേ എല്ലാ വഞ്ചകന്മാരുടെയും പിറകിൽ ഓരോ പതാക ഉണ്ടാവുന്ന ബാക്കില്. ഇത് ഇന്നാള് വഞ്ചിച്ചതിനാണ് എന്ന് പറയപ്പെടുന്ന അവന്റെ ജീവിതത്തിൽ അവൻ കാണിച്ച വഞ്ചനയുടെ ആധിക്യം അനുസരിച്ച് അവന്റെ പിറകിലുള്ള പതാകയുടെ നീളം ഇങ്ങനെ കൂടുന്ന. പൊതുസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന വഞ്ചനയേക്കാളും വലിയ വഞ്ചനല്ലാന്ന. പാലത്തിനും പാതക്കും റോഡിനും കുടിവെള്ളത്തിനുമൊക്കെ എമൗണ്ട് പാസ്സാകുകയും അത് കൃത്യമായി വിനിയോഗിക്കാതെ കള്ളത്തരങ്ങൾ ഒപ്പിച്ച് സ്വന്തം കീശയിലേക്ക് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാര് പേടിക്കണം. ഉദ്ഘാടനം കഴിഞ്ഞതിന് മുന്നേ തകർന്നു പോകുന്ന ബ്രിഡ്ജുകൾ, തകർന്നു പോകുന്ന റോഡുകൾ, തകർന്നു പോകുന്ന വീടുകൾ. കഴിഞ്ഞ ആഴ്ച ഇന്നലത്തെ ഒരു പത്രത്തിൽ കണ്ട്, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു വിസിറ്റ് ചെയ്തപ്പോ ആ ഇരുന്നട് പോയി, ആ വീടാണ്ട്. അപ്പൊ തന്നെ ആ നേതാക്കന്മാരടക്കം നിങ്ങൾ ആലോചിച്ച് നോക്കി, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്ന വഞ്ചനയെക്കാളും വലിയ വഞ്ചനയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇലക്ഷൻ കാലം ശ്രദ്ധിച്ചേ പറ്റൂ. ഇലക്ഷൻ കാലം മാത്രമല്ല, എല്ലാ കാലത്തും ശ്രദ്ധിക്കണം. ഇലക്ഷനിൽ പ്രത്യേകിച്ചും ഒരു വാർത്ത കേൾക്കുമ്പോ അതിന്റെ പ്രചാരകരും പ്രബോധകരും ആയി മാറരുത്. നമ്മള് ഷെയർ ചെയ്യരുത്, നമ്മള് ഫോർവേഡ് ചെയ്യരുത്, നമ്മളത് പ്രചരിപ്പിക്കരുത്. കാരണം സത്യമാണെന്ന് അറിയണം. ഞാൻ എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ച ആയത്തേതാ? സൂറത്തുൽ ഹുജറാത്തിലെ ആയത്താ.
യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബയിൻ ഫതബയ്യനൂ. ഒരു തമ്മാടി വന്നിട്ട്, ഒരു അധർമ്മകാരി വന്നിട്ട് ഒരു വർത്താനം പറഞ്ഞാല് ഫതബയ്യനൂ ഫതബയ്യനൂ, വ്യക്തമായി അന്വേഷിക്കണം. കേട്ട പാതി കേൾക്കാത്ത പാതി അത് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ആളായി മാറരുത്. ഒരു ഖുർആൻ പറയാ, ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല, അറിയാതെ പല തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു വാർത്ത കേട്ട സ്ഥിതിക്ക് അത് നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നാണ്. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് നിങ്ങൾ പിന്നെ ഖേദിക്കേണ്ടി വരും. അതാണ് ഇസ്ലാം ഒരു അഭിമാനത്തിന് വില നൽകുന്നത്. ഭർത്താവില്ലാത്ത വീടിന്റെ അടുത്തേ കൂടി ഒരാണങ്ങ് പോകുന്നത് കാണുമ്പോഴേക്കും പലതും ചേർത്തി പറഞ്ഞ് ഊമ കത്തുകളും ഫോണുകളും അയച്ച് ഭർത്താവിന് മെസ്സേജ് അയക്കുന്ന ആളുകൾ ആലോചിക്കണങ്ങള്. ഒരാള് വ്യഭിചരിക്കുന്നത് സ്വന്തം നേത്രങ്ങൾ കൊണ്ട് കണ്ടാലും, ഇസ്ലാമിന്റെ നയ പറഞ്ഞത്, ഒരാള് വ്യഭിചരിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാലും 4 സാക്ഷികളെ ഹാജരാക്കാൻ സാധിക്കില്ല എങ്കിൽ ആ വർത്താനം പുറത്തു പറയാൻ പാടില്ല. എങ്ങനെ? ആ വർത്താനം പുറത്തു പറയാൻ പാടില്ല എന്നാ. തെറ്റ് ചെയ്ത ആളുകൾക്ക് റബ്ബ് പശ്ചാത്തപിച്ചാൽ പുറത്തു കൊടുത്തേക്കാം, പ്രചരിപ്പിച്ച ആളുകൾക്കോ. ഒരാളെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയിട്ട് 4 സാക്ഷികളെ ഹാജരാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 80 ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്നാ കരുതിയാണ്. പറഞ്ഞോളി, മുറ്റത്തൊരു ബീഡി കുറ്റി കണ്ടപ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വരാതെ വീട്ടിലേക്ക് വന്നപ്പോൾ, ഒരു അസമയത്ത് ഒരാളെ കണ്ടപ്പോൾ, സാഹചര്യം ഏതാണ്, സന്ദർഭം ഏതാണ്, ഇതൊന്നും അറിയാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ പേരിൽ നമ്മൾ പലതും ചേർത്തി പറഞ്ഞ് എന്തെങ്കിലും ഒരു തെറ്റിലേക്ക്, ഒരു അപവാദങ്ങളിലേക്ക് ഉൾപ്പെട്ടാൽ പടച്ചോന്റെ മുമ്പിൽ മറുപടി പറഞ്ഞു തരും. ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട് അപവാദത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തിൽ അല്ല പറഞ്ഞെന്താ അറിയോ? ഈ അപവാദം സഫ്വാനും ആയിഷാറിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ആരാ പറഞ്ഞത്? ആരെ കുറിച്ച് ഈ പറഞ്ഞത്? പറയുന്നത് മുസ്ലിങ്ങള്. ആരെ കുറിച്ചാ പറഞ്ഞത്? പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച്. പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് പ്രവാചകന്റെ കാലഘട്ടത്തിൽ സഹാബത്ത് പറഞ്ഞു. ആലിയല്ലാനെ പറഞ്ഞു, പ്രവാചകനെ വേറെ പെണ്ണുങ്ങളെ കിട്ടൂല നിങ്ങൾക്ക്, എന്തിനാ ഈ ആയിഷാനെ? 1 മാസം തന്റെ ഭാര്യയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ കൊണ്ടാക്കി. അപവാദ. എന്നിട്ട് ഈ ആയത്തുണ്ടല്ലോ, 1 മാസം കഴിഞ്ഞിട്ട് ആയത്തിറങ്ങി, ആയിഷ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സംഭവം നിങ്ങൾക്ക് ഒരു പാഠമാണ്, നന്മയാണ്. ഇനിയും ഇതേപോലെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരാളെ കുറിച്ച് പലതും നിങ്ങൾക്ക് സമൂഹത്തിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു ചിന്തിച്ചില്ല എന്ന് ചോദിച്ചത്. പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് എന്തുകൊണ്ട് തിരിച്ചു ചിന്തിച്ചില്ല? ഇന്ന് നമ്മളെ കുറിച്ച് പല ആൾക്കാർ അയാൾ ഇങ്ങനെ, പക്ഷെ അയാൾ അങ്ങനെ ആവൂല, അയാൾ അങ്ങനെ ആവൂല. തെറ്റ് ചെയ്തത് അല്ലാഹു പുറത്തു വരും. ജനങ്ങൾക്കിടയിൽ ഇട്ടുകൊണ്ട് പ്രചരിപ്പിച്ച് ഷെയർ ചെയ്ത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാൽ ചെയ്തോന് പഠിത്തം പുറത്തു കൊടുക്കും, മറ്റതോ പ്രചരിപ്പിച്ചു നമ്മൾ പുറത്തു കൊടുക്കൂല. സഹോദരന്മാര്, ഇലക്ഷൻ കാലത്ത് മാത്രല്ല എല്ലാ കാലത്തും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കണ്ടു. പ്രവാചകന്റെ സ്വപ്നം വഹീന്റെ അടിസ്ഥാനത്തിലാണ്. പ്രവാചകൻ കണ്ട സ്വപ്നം എന്താ നിങ്ങള്? പ്രവാചകനെയും കൊണ്ട് 2 മാലാഖന്മാർ കൊണ്ടുപോയി. ഞാൻ ചുരുക്കി പറയാ, പല കാര്യങ്ങളും കാണിക്കപ്പെട്ടു. അതിലൊന്നെന്താ നിങ്ങള്? ഒരാളെങ്ങനെ കിടത്തിയിട്ടുണ്ട്, ഒരാളെങ്ങനെ കിടത്തിയിട്ടുണ്ട്, മറന്നിങ്ങനെ കിടക്കുക. അയാളുടെ അടുത്ത് ഒരാള് വലിയ കുളത്തുകളുള്ള കമ്പിയുമായി ഇങ്ങനെ നിൽക്കുക. എന്നിട്ടോ അദ്ദേഹം ആ കുളത്തുള്ള കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിരടി മുതൽ മൂക്ക് വരെ കുളത്തിങ്ങനെ പൊളിച്ചെടുക്കുക.
മീനൊക്കെ പൊളിച്ചെടുക്കണമായിട്ട് പൊളിച്ചെടുക്കുക. ഒരു ഭാഗം ഫുള്ള്, ഒരു ഭാഗം പൊളിച്ച് ഇങ്ങ് തിരിയുമ്പോഴേക്കും മറുഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ആദ്യം പിളത്തിയ ഭാഗം ശരിയായിണ്ടാവും, പിന്നെ രണ്ടാമതും. ഇതിങ്ങനെ ആവർത്തിക്കുക. രണ്ട് മുഖത്തിന്റെ രണ്ട് ഭാഗവും കമ്പികൾ കൊണ്ട് പിളർത്തി പെരടി വരെയാക്കുന്ന രംഗം കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നിങ്ങള് വർത്താനം പറയുമ്പോ ശ്രദ്ധിച്ചോണ്ടി. അള്ളാഹുവിന്റെ റസൂല് പറയാ, فإنه الرجل يعدو من بيته فيكذب الكذبة تبلغ الآفاق. നേരം വെച്ചതാ പണി, പെരേന്നറിഞ്ഞ വലിയ വലിയ ബടായി പറയാ, തൊള്ളയിൽ വരുന്നൊക്കെ പറയാ. എന്താ പറയുന്ന അടിസ്ഥാനല്ല, സത്യമാണോ, ധർമ്മമാണോ, ന്യായമാണോ, മൂല്യമുണ്ടോ, പറയാൻ പറ്റുമെന്ന് ആലോചിക്കാൻ തോന്നുന്നത് മുഴുവൻ പറയാ. എന്നിട്ടോ അവൻ പറയുന്ന കള്ളങ്ങളും കള്ളത്തരങ്ങളും പ്രചാരം നേടി ആഫാക്കുന്ന ചക്രവാളത്തിൽ വരെ ഓൻ പറഞ്ഞ ബടായിത്തും. നല്ല സുഖല്ലേ ചക്രവാളത്തെത്താന്? അമേരിക്കക്കാരന് ഇവിടുത്തെ ഒരു മെസ്സേജ് നോക്കാൻ സെക്കൻഡ് മതി. ലോകത്തിന്റെ ഏതേത് ഭാഗങ്ങളിലുള്ള ആളുകളിലേക്കും ആ കളവെത്താൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ, ഒരു കാര്യം ഷെയർ ചെയ്താൽ ശരിക്കാലോചിക്കണം സഹോദരങ്ങളെ. പടച്ച തമ്പുരാനെ പേടിക്കുക. സംസാര ശേഷി അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കുക. ഈ നാവിന് നാളെ പടച്ച തമ്പുരാൻ സീല് വെക്കും. നമ്മുടെ കൈകൾ സംസാരിക്കും, നമ്മുടെ കാല് സാക്ഷി നിൽക്കും. എന്തിനാണ് എനിക്കെതിരെ സംസാരിക്കുന്നത് എന്ന് തന്റെ കൈയിനോട് ആംഗ്യ ഭാഷയിൽ ചോദിക്കുമ്പോൾ പറയാ, നിങ്ങളെ നാവിനെ വായെ സംസാരിപ്പിച്ച പടച്ചവനാണ് കൈകളെ സംസാരിപ്പിക്കുന്നതാ. കൈകാരൊക്കെ വർത്താനം പറയും. ഓർമ്മ വേണം നമുക്ക്, ആ ബോധം നമുക്ക് വേണം. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നല്ല നല്ല വർത്താനം പറഞ്ഞോളി. അവനാന് പറയണ നല്ല കാര്യം പറഞ്ഞോളി. ഒരാളെ കുറ്റത്തേക്ക് പോണ്ട, സമയദൈർഘ്യം ഭയപ്പെടുക. സൂറത്തിൽ ഗുജറാത്തിൽ നിന്ന് മറിച്ചിക്കാൻ നിങ്ങള് വലാ യഅ്തബ ബഅ്ദുകും ബഅ്ദ. ഒരാളെ കുറിച്ച് ഏച്ചടിയും പരദൂഷണവും പറയരുത് നിങ്ങള്. മരിച്ചു കിടക്കുന്ന തന്റെ സഹോദരന്റെ പച്ച മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? കരിഹ്തുമോ, നിങ്ങൾ വെറുക്കുന്നു? ഇന്നല്ലാഹു തവ്വാബുർ റഹീം. ഒരാളില്ലാത്ത സമയത്ത് ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നുവെങ്കിൽ അത് ഗീബത്ത. അപ്പൊ റസൂലെ, ഞങ്ങൾ പറയുന്ന അയാളിൽ ഉണ്ടെങ്കിലോ, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ഗീബത്താണ്. ഇല്ലാത്തതാണെങ്കിലോ നിങ്ങൾ പറഞ്ഞ കളവാണ്. ഒരാൾക്ക് ഇഷ്ടല്ലാത്ത വാക്ക് നമ്മൾ പറഞ്ഞാൽ അത് ഗീബത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ ബീവിയെ കുറിച്ച് പറഞ്ഞു, എന്ത് പറഞ്ഞാൽ ഇപ്പൊ കുള്ളത്തിയല്ലേ, കുറിയോളല്ലേ, കുള്ളമയമാക്ക. അപ്പോഴൊക്കെ അറിയില്ലട്ടോ, ഞാൻ പ്രയോഗിക്കുക. കുള്ളത്തികളൊക്കെ പറയലുണ്ട്. ആ പറഞ്ഞ ഒരൊറ്റ വാക്കില്ലേ, പ്രവിശാലമായി കിടക്കുന്ന സാഗരത്തിൽ കൊണ്ടുപോയി നീ പറഞ്ഞ വാക്കില്ലേ, കുള്ളത്തി എന്ന വാക്കില്ലേ, അതെങ്ങാനും വിട്ടാൽ സാഗരം ഇളകി മറിയാൻ, കലങ്ങി തിരിയാൻ സാധ്യതയുണ്ട് എന്ന് ആയിഷയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പറയുന്ന വാക്കിന്റെ പേരില് ഇത് ആലോചിക്കുക നിങ്ങള്. ഡെറ്റോൾ എത്ര വട്ടം ഇട്ടാണ്ട് വൃത്തിയാക്കിയാലും ശരിയാവൂല. അതുകൊണ്ട് പടച്ചോനെ പേടിച്ച് തന്റെ സംസാര ശേഷി അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.